തരിശുനിലം കൃഷിയോഗ്യമാക്കി കോതമംഗലം കൃഷിഭവൻ. എവർഗ്രീൻ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തരിശുനിലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും കർഷകരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഈ വർഷം 10 ഹെക്ടർ സ്ഥലം കൃഷിയോഗ്യമാക്കി പച്ചക്കറി കൃഷി തുടങ്ങാനാണ് കോതമംഗലം കൃഷിഭവന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി കോതമംഗലം മുനിസിപ്പൽ കൃഷിഭവന്റെ കീഴിൽ 21ാം വാർഡിലെ എവർഗ്രീൻ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് തരിശുനിലം കൃഷിയോഗ്യമാക്കിയത്. ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. 21ാം വാർഡില് തരിശു കൃഷി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ കാർഷിക മേഖലയിലേക്ക് ജനങ്ങളെ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് ഒരു കാലത്ത് നമ്മുടെ കോവിഡിന്റെ ഒക്കെ കാലത്ത് നമ്മൾ നല്ല ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാതെ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് 100 ദിന കർമ്മ പരിപാടിയിൽ പെടുത്തിക്കൊണ്ട് കൃഷിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വിഷരഹിതമായ പച്ചക്കറി ഉത്പാദിപ്പിച്ച് അവരെ ആ മേഖലയിലേക്ക് പര്യാപ്തമാക്കുന്നതിനുള്ള സംവിധാനം ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നോക്കിയാൽ ഒരു വീട്ടിൽ ഒരു മുളക് തൈയെങ്കിലും പിടിപ്പിക്കാത്ത ഒരു വീടും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കാർഷിക മേഖലയുടെ ഏറ്റവും വിലപ്പെട്ട അഭിമാനം എന്ന് പറയുന്നത്. അത്തരത്തില് നമ്മൾ കൃഷി ചെയ്തു തുടങ്ങുമ്പോൾ പറയാം, അതിലേക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയും അത് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവന്റെ ലാഭമോ നഷ്ടമോ ഒന്നും അല്ല ചിന്തിക്കുന്നത്, അതിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ലഹരിയാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ചെറുതായിട്ടൊക്കെ കൃഷിയും കാര്യങ്ങളും, എനിക്ക് മഞ്ഞള്, ചേന, ചേമ്പ്, കാച്ചിൽ ഇതെല്ലാം സംഭവമുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ആഗ്രഹമാണത്. കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ബെന്നി പോൾ വീപ്പമറ്റത്തിന്റെ പുരയിടങ്ങളിലാണ് തരിശുനിലം കൃഷിയോഗ്യമാക്കിയിട്ടുള്ളത്. കൃഷി ഫീൽഡ് ഓഫീസർ സതി PI നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.